ഹലോ ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. എപ്പോഴും പറയില്ലേ കുറേ നാൾക്ക് ശേഷമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ റിക്സൻ ചായൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ വലുതായിട്ട് എവിടെയും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ അംബുജ മാളിൽ പോകാൻ പറഞ്ഞു. നല്ല അടിപൊളി മാളാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും തന്നെ ഫ്രണ്ടിൽ തന്നെ മക്ഡൊണാൾഡ്സിൻ്റെ 149 ഒരു ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. അങ്ങനെ ഞങ്ങൾ ബർഗർ കഴിക്കാൻ വേണ്ടി മക്ഡൊണാൾഡ്സിൽ കയറി അങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തുന്തുകുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അടങ്ങിയൊക്കെ ഇരിക്കും. ഈ ടേബിൾ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരമായി. കാരണം ഇതിൻ്റെ മുകളിൽ ഇരുത്തി കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും കുറച്ച് നേരം കളിക്കാൻ എന്തെങ്കിലും പുതിയ സാധനമാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാനൊരു 10-15 മിനിറ്റൊക്കെ അതായിട്ടിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ആളുടെ സ്വഭാവം പുറത്ത് വരും കേട്ടോ, ഈ അലമ്പാകും. അങ്ങനെ റിക്സൻ ചായനുമായിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് എൻ്റെ സൗണ്ട് പോയിട്ട് ഇതുവരെ നന്നായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഭയങ്കര ചൂടായിട്ടുള്ള സാധനം കുടിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു ക്യാപ്പിച്ചിനൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവൻ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്കുണ്ടല്ലോ, ആ ട്രേയുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തെന്നിപ്പോയി. ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. ആ ട്രേയുമായിട്ട് അവൻ പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പായി പോയതുപോലെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കളിച്ച് മതിയാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നു. അങ്ങനെ ബർഗറൊക്കെ ഓർഡർ ചെയ്തത് വന്നു. ഓക്കെയാണ്. 149 കിട്ടേണ്ട വേർത്താണ്. ആ ഒരു എമൗണ്ടിനായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 1 ഇയർ കഴിഞ്ഞിട്ട് തുന്തുക്കുട്ടീനെ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 2-3 ഫ്രൈസൊക്കെ കഴിച്ചു. അതിൻ്റെ മിഡിൽ പാർട്ട് ഞാൻ കൊടുത്തു. ആ പോർഷൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി നേരം അടങ്ങിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചു. ഞാൻ ബർഗർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഉടുപ്പിലും വീണ്. എന്നെ വീട്ടിൽ പോയിട്ട് കഴുകുമ്പോഴത്തേക്കും കറ പോയാൽ മതിയായിരുന്നു. ഒരു വല്ലാത്ത വീഴ്ചയാണ് വീണത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. ആൾ കുറച്ച് ക്രാങ്കി ആയിരുന്നു, ഉറക്കവും വരുന്നുണ്ടായിരുന്നു, ചുമയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞ ഒരു സൺഡേ നമ്മൾ ഇവൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പുറത്തു പോയതിന് ശേഷം ഒരു പനി പിടിച്ചിട്ട് ഇതുവരെ സൗണ്ട് തിരിച്ചു വന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.